ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്റെ ചാനലിൽ അധികം ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു സംഭവമാണ് നമ്മളെ റോസ്റ്റിംഗ് റിയാക്ഷൻ. സത്യത്തില് ഞാൻ അധികം സംസാരിച്ചിട്ടില്ല സൂര്യനെ പറ്റിയൊന്നും. നമ്മളെ ആക്ടർ സൂര്യ, എനിക്ക് തമിഴിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടറാണ് സൂര്യ. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. അപ്പം കങ്കുവേനെ പറ്റിയാണ് സംസാരിച്ചു വരുന്നത്. കാരണം എന്താ പറയാ, അത് ഭയങ്കര പ്രതീക്ഷയോടെ പോയി. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഞാൻ അന്ന് ആ സിനിമ കണ്ടു വന്നിട്ടും ഞാൻ ആ സിനിമയിൽ ഒരു അക്ഷരം മിണ്ടിയില്ല. കാരണം നമ്മൾ അത്ര പ്രതീക്ഷിച്ചു പോയി. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ആക്ടറെ കുറിച്ചിട്ട് ഒരു മോശം പറയാനുള്ള ഒരു ഇതുകൊണ്ട് അന്ന് ഞാൻ സംസാരിച്ച് നമ്മളെ അതിന്റെ ഇടയിൽ കണ്ട ബറോസിന്റെ ട്രെയിലറെ കുറിച്ചാണ്. സോ വേറൊന്നുമല്ല, ഞാനത് പറഞ്ഞിരുന്നു മുന്നേ. കാരണം എനിക്ക് ആ സിനിമ ഫസ്റ്റ് ടീസർ ഗ്ലിംസ് ഒക്കെ വന്നപ്പോൾ ഭയങ്കര പ്രതീക്ഷയോടെ നിന്ന കങ്കുവ, അതിൽ ആ യോലോ പാട്ടും അതിൽ ഇപ്പത്തെ ഒരു ടൈം ഉണ്ടെന്ന് കാണിച്ചു. അന്ന് ഞാൻ ഉറപ്പിച്ചാണ് ഈ സിനിമ എങ്ങനെ സംഭവിക്കുള്ളൂ. കാരണം വെറുതെ നമ്മള് അവിടുത്തെ ഓഡിയൻസിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ബാഹുബലിയൊക്കെ പോലെ ഒരു സിനിമ കങ്കുവ അങ്ങനത്തെ ആ ഒരു ഹിസ്റ്ററി കാലഘട്ടത്തിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മാത്രമായിരിക്കണം. ഇതിപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇവരെന്തിനാണ് ഇപ്പൊ 2023 കാണിക്കുന്നത്? അതിന്റെ ഒരു ആവശ്യമില്ലാത്ത സിനിമ, ആ സ്റ്റോറി തന്നെ സുഖത്തിൽ അവർ ഷൂട്ട് ചെയ്യുക. വേറെ ഒന്നല്ല, അവർക്ക് ഒരു പാട്ടും ഡാൻസ് ഒക്കെ വേണം അല്ലേ? തമിഴ് ഓഡിയൻസിന് അവർക്ക് ഇഷ്ടമാവാൻ എന്തായാലും വലിയ മണ്ടത്തരായി പോയി. എനിക്ക് ഏറ്റവും നമുക്ക് ഒരു ഇത് തോന്നുന്ന കാര്യം, സൂര്യക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ്. സൂര്യക്കും ഡയറക്ടറൊക്കെ എന്ത് പ്രതീക്ഷ, അപ്പൊ അവരുടെ ഇന്റലിജൻസ് ലെവൽ ഞാൻ ചിന്തിക്കുന്നു കേട്ടോ. കാരണം ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, സൂര്യ ആ തിയേറ്ററിൽ ഇരുന്നത് കാണുമ്പോൾ സൂര്യ ഇങ്ങനെ രോമാഞ്ചം കൊള്ളുന്ന ഓരോ സീൻ കണ്ടിട്ട്. അപ്പൊ സൂര്യക്കും ഡയറക്ടർക്കൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓഡിയൻസിന് എത്ര പോലും ഒരു ഒരു ഇന്റലിജൻസ്, ഇതിനെ സെൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണോ അവരെന്നുള്ള ആലോചിക്കുമ്പോൾ ഒരു ചെറിയൊരു സങ്കടം ഉണ്ട്. എന്തായാലും ഞാൻ ആ സിനിമനെ കുറിച്ച് ഒരു വീഡിയോ, ഒരു മോശാഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കൊരു റോസ്റ്റ് ഉണ്ട്. എനിക്ക് റീലോഡ് എന്ന് പറഞ്ഞ ചാനലില് അവരുടെ റോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അദ്ദേഹം നല്ല രസമാണ്. അത് ഭയങ്കര കോമഡിയാണ്. കുറച്ച് ലെങ്തി ആണ്. പക്ഷെ നമുക്കൊന്ന് കണ്ടോക്കാം. ഞാൻ വേഗം, അത് തന്നെ ഓൾറെഡി 10-15 മിനിറ്റ് ഉണ്ട്. സോ നമുക്കൊന്ന് വേഗം വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സോ റീലോഡ് പറഞ്ഞ ചാനലിൽ വന്ന ഇയാൾ എങ്ങനെ ചെയ്യുന്ന എല്ലാ റോസ്റ്റും കാണാറുണ്ട്. നല്ല രസം. റീലോഡ് റോസ്റ്റ് നമുക്കൊന്ന് കാണാം. വേഗം വീഡിയോയിലേക്ക് പോവാം. അത് ഫുള്ള് 15 മിനിറ്റ് ഉണ്ട്. നിങ്ങൾ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. അത് കണ്ടാൽ തന്നെ ആ കഥയും സിനിമയും എന്താണ് സിനിമയിലെ മോശം എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം, ടൈമില്ല. തുടർച്ചയായി തലയ്ക്കും പിന്നെ തലവർക്കും പല വെറൈറ്റി അപരാധങ്ങൾ പണിക്കൊടുത്ത ശിവ നടിപ്പിൻ നായകൻ സൂര്യക്ക് വേണ്ടി കാട്ടിവെച്ച് പണിയ ഒരു കാട്ടപരാധാണ് കങ്കുവ. ഒരു കട്ട സൂര്യ ഫാനെ എനിക്ക് ഒരു സൂര്യപടം റോസ്റ്റ് ചെയ്യേണ്ടി വരുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ആദ്യം തന്നെ അതിന് വഴിയൊരുക്കി തന്ന ശിവണ്ണന് അടിവയറ്റിന് താഴെ നിന്ന ഒരു പ്രണാമം. സോ ഈ പടം നടക്കുന്നത് കുറെ വെടലമാടകൾ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന ബാംബു ബോയ്സ് യൂണിവേഴ്സിലാണ്. ആ യൂണിവേഴ്സിലുള്ള ഒരു വലിയ കടലിന്റെ നടുക്ക് ഒരു 5 ദ്വീപുണ്ട് അത്ര. ആദ്യത്തെ ദ്വീപ് ബാംബു ബോയ്സ് ജീവിക്കുന്ന ബാമ്പനാട്, രണ്ടാമത്തേത് കങ്കുവ താമസിക്കുന്ന കങ്കനാട്, മൂന്നാമത്തേത് കാക്കകൾ മാത്രമുള്ള ഒരു കാക്കനാട്, പിന്നെ എപ്പോഴും മഞ്ഞ് വീഴുന്ന ഒരു മഞ്ഞനാട്, കുറ്റിക്കാട് എന്ന് പറഞ്ഞൊരു കുട്ടനാട്. 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള 5 ദ്വീപിൽ പക്ഷേ 5 തരം കാലാവസ്ഥയാണ്. ഒരിടത്ത് അഗ്നിപർവ്വതം പൊട്ടുമ്പോ മറ്റിടത്ത് മഞ്ഞുമഴ പെയ്യും. വേറൊന്നിൽ കൊലക്കടലാണെങ്കിൽ അതിന്റെ ഇപ്പുറത്തേല് കൊലക്കാട്, അതിന്റെ അപ്പുറത്തേല് വൻ മരുഭൂമി. ഇത് എന്താ സംഭവം? ഒന്ന് ഗെയിം ഓഫ് ത്രോൺസ് പിടിക്കാൻ നോക്കിയതാണ്, പക്ഷെ അത് മാർട്ടിൻ എഴുതിയത്, ഇത് ശിവ പണിയത്. ആൻഡ് ഈ യൂണിവേഴ്സിലുള്ള എല്ലാവരുടെ മെയിൻ പരിപാടി മീൻ പിടുത്തോ കൃഷിയൊന്നും അല്ല, കിടന്നങ്ങട് അലറുക. 2.5 മണിക്കൂറുള്ള ഈ ഒരു പടത്തില് 1.5 മണിക്കൂർ ഫുൾ അലറലാണ്. ഈ അലർച്ച മൊത്തം 105 ഡെസിബിളിൽ തിയേറ്ററിൽ ഇരുന്ന് കേട്ട് പലരുടെയും ചെവിക്കുറ്റി അടക്കം അടിച്ചു പോയി എന്നാണ് കേട്ടത്. പണ്ടാനും പക്ഷെ പ്രശ്നത്തല്ലേ, രാവിലെ 4 മണിക്ക് ഫാൻ ഷോയ്ക്ക് പോയവര് ഫസ്റ്റ് സീനിൽ തന്നെ ഈ പടം ഒക്കെയാണെന്ന് മനസ്സിലാക്കി ഒന്നും മയങ്ങാന്ന് വിചാരിക്കുമ്പോണ്ടാ അപ്പ വരും ഈ അലർച്ച. ഒരു പോള കണ്ണടയ്ക്കാൻ വിടാണ്ടുള്ള ടോർച്ചർ. എന്റെ ബലമായ സംശയം, തൊട്ടു മുമ്പ് ഇറങ്ങിയ ശിവപടം അണ്ണാത്തെ കാണാൻ പോയ കുറെ പേര് ഫാൻ ഷോയ്ക്ക് കിടന്ന് ഉറങ്ങി എന്നുള്ള കുറെ ട്രോള് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്റെ പടത്തിന് അവസ്ഥ വരണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു 9 മക്കൾ ഇനി എന്റെ പടത്തിന് ഉറങ്ങണ്ടെന്ന് പറഞ്ഞ് ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ ഇജ്ജാതി അലർച്ച കൊണ്ടുവച്ചത്. സോ ഈ നിലവിളി ഒഴിച്ചു നിർത്തിയാൽ വളരെ വിചിത്രമായ ഗെറ്റപ്പിലൊക്കെയാണ് ഈ യൂണിവേഴ്സിലുള്ളവർ നടക്കുക. അവതാറും അപ്പോക്കലിപ്റ്റൊക്കെ കോപ്പി അടിച്ചെന്ന് പറയേണ്ടതെന്ന് വിചാരിച്ച് നാട്ടിനകത്തെ പ്ലേ സ്റ്റേഷനിൽ ഹൊറൈസൺ ഫോർബിഡൻ വെസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ നാട്ടിലെ പലരും ആ ഗെറ്റപ്പിലാണ് അവിടെ കൂടെ നടക്കുക. ഈ യൂണിവേഴ്സിലെ കാക്കനാട്ടിലെ മരുഭൂമിയിലുള്ളവരുടെ കാര്യമാണ് അതിലും വലിയ വിറ്റ്. ആ കട്ട വെയിലത്ത് കാലിൽ കമ്പിളി ഷൂ
ഒക്കെ ഇട്ടിട്ടാണ് ഇവരുടെ നടത്തം. ഇതെന്താ ഇത് 6 മണിക്ക് പോയതാ. അതുപോലെ തന്നെ പീരീഡ് പടാണെന്ന് പറഞ്ഞ് കാക്കനാട് ജംഗ്ഷനിലെ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സും. പിന്നെ ഈ യൂണിവേഴ്സിൽ ഇവരുടെ മാതൃഭാഷ റോളക്സിന്റെ കടമെടുത്താണ്. റോളക്സിനെ എല്ലാവരും സാർന്ന് വിളിക്കണമെങ്കിൽ ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചുരുക്കി സ എന്നാണ് വിളിക്കുക. എന്ത് പറഞ്ഞാലും അതിന്റെ കൂടെ സഫിക്സ് ഇട്ടൊരു സ. സോ 1.5 മണിക്കൂർ നിലവിലുള്ള ഈ പടത്തിൽ ബാക്കി 1 മണിക്കൂർ എന്ത് കഥയാണെന്ന് നോക്കിയാൽ ഈ പടം തുടങ്ങുന്നത് തന്നെ റഷ്യയിലുള്ള ഒരു റിസർച്ച് സെന്റർ കാണിച്ചിട്ടാണ്. അത് കാണിക്കാൻ മെനക്കെടാൻ വയ്യാത്ത കൊണ്ട് 350 കോടിയുള്ള പടത്തിലെ ഫസ്റ്റ് സീന് തന്നെ വെച്ച് പണി വെച്ചിരിക്കുന്നു നമ്മുടെ ശിവണ്ണൻ. ഇതൊക്കെ വാട്സപ്പിൽ ടൈപ്പ് ചെയ്താൽ കിട്ടൂടെ. ആ റിസർച്ച് ലാബിലെ സൂപ്പർ സോൾജർ ആയ ഒരു കുരിപ്പ് ഈ പടം തുടങ്ങുമ്പോൾ തന്നെ അവിടുന്ന് ചാടി കണ്ടം വഴി ഓടി ഒരു ഗുഡ്സ് ട്രെയിനിൽ വലിഞ്ഞു കയറി നേരെ ഗോവയിലെത്തും. റഷ്യയിൽ നിന്ന് ഡയറക്റ്റ് ഗോവയ്ക്ക് വരുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനാണത്. സംഭവം ഇവരുടെ യൂണിവേഴ്സിറ്റി മാത്രമുള്ള ഈ സാധനം വെറുതെ IRCTC കയറി നോക്കണ്ട കിട്ടൂല. അങ്ങനെ ഇവൻ വരുടെ ഈ ഗോവയിലാണ് നമ്മുടെ സൂര്യണ്ണൻ ഉള്ളത്. പേര് പ്രാഞ്ചി തിയോഡർ. ഹീസ് ആൻ അസോൾട്ടർ, എൻട്രി ഫ്രാഗർ, ഷാഡോ കോപ്പാൻ, വെപ്പൺ മാസ്റ്റർ. ഇതെന്തത് പബ്ജിയുടെ സ്റ്റാർട്ട് സ്ക്രീനോ? സംഭവമൊന്നുമില്ല. ആളൊരു പ്രൊഫഷണൽ ബൗണ്ടി ഹണ്ടർ ആണ് അത്രേ. ആളുടെ വലങ്കൈയാണ് കോൾട്ട് 95 എന്ന് കൊണച്ച പേരുള്ള യോഗി ബാബു. ഇൻട്രോ സീനിൽ തന്നെ ഈ രണ്ടും കൂടി കാണിക്കുന്ന ഉറപ്പിക്കലുണ്ടല്ലോ, അൺസഹിക്കബിൾ. ഈ ഹിന്ദിക്കാരുടെ കൊണച്ച എഡിറ്റിംഗ് വെച്ച് ചെയ്ത റീല് പോലുള്ള അണ്ണന്റെ ഇൻട്രോ സീനിൽ തന്നെ മൂപ്പരൊരു മൊട്ടേനെ തട്ടിക്കൊണ്ടുപോകും. പോണ വഴി വേറെ ബൗണ്ടി ഹണ്ടറായി നമ്മുടെ പട്ടാണി വന്ന് അവരുടെ കയ്യിൽ നിന്ന് ഈ മൊട്ടേനെ തട്ടിക്കൊണ്ടുവന്നു. സൂര്യയുടെ വലങ്കൈ യോഗി ബാബുവിനെ പോലെ പട്ടാണിയുടെ ഇടങ്കൈയാണ് റെഡിൻ കിങ്സ്ലി. പിന്നെ നിങ്ങൾ ഈ 4 കൂടി ആ നാട്ടിൽ കിടന്ന് കാട്ടുന്ന ഓരോ അപരാധങ്ങളുണ്ടല്ലോ, അതാണ് നാട്ടപരാധം. ഇതുങ്ങളുടെ ഈ വെറുപ്പിക്കലൊന്നും പോരാണ്ട് 350 കോടിയുള്ള പടത്തിൽ ന്യൂജൻ ട്രെൻഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നായ നക്കി പോലെ ഓരോ എഡിറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പടത്തിലെ പട്ടാണി പ്രാഞ്ചി എപ്പോ നോക്കിയാലും അടിയാണ് അത്രേ. അതിന് മെയിൻ കാരണം ഇവര് പണ്ട് ലവേഴ്സ് ആയിരുന്നു. പക്ഷെ ഒരിക്കൽ രണ്ടും കൂടി വെള്ളടിച്ചോണ്ടിരിക്കുന്ന നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടായിട്ട് ബ്രേക്കപ്പ് ആയത്രേ. ശിവേട്ട എന്താ ഇത് ഞങ്ങൾ ചോദിച്ച എന്താ ഇത് ആൻഡ് ഇവര് ഈ ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യോളോ സോങ് അങ്ങോട്ട് ഇടുക. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ വെറുപ്പിച്ചതാണല്ലോ, ഇനി കുറച്ചു നേരം പട്ടാണി കണ്ടിരിക്കാന്ന് വിചാരിച്ചപ്പോണ്ടാ അതും അവന്മാര് കളർ ഗ്രേഡ് ചെയ്ത് നശിപ്പിച്ച് പണ്ടാറങ്ങാൻ കോൺട്രാസ്റ്റ് കൂട്ടിയിട്ട് നോക്കാൻ പറ്റാത്ത രീതിയിലാക്കി ശവങ്ങള്. അയ്യോ എന്റെ കാഴ്ച പോയി, നീ എന്ത് വിഷപാടായിരിക്കും ഒഴിച്ചെന്ന്. അയ്യോ എന്റെ കാഴ്ച പോയി, ഒഴിച്ചെന്നാലും കാഴ്ച പോവും. ഇതിന് അനൗൺസ്മെന്റ് വന്ന സമയം മുതലേ ദിശ പട്ടാണിയൊക്കെ ആക്ഷന് വേണ്ടി ട്രെയിൻ ചെയ്യണമെന്നുള്ള വീഡിയോ ഒക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോ പടത്തിൽ ദിശ പട്ടാണിയുടെ 1 പീസിലെ പോലെ ഒരു ഫൈറ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചപ്പോ ദാ വരുന്നു 2 പീസ് ഇട്ടിട്ട് ബീച്ചിൽ കൂടെ. ആ പൊലാട്ട് കഴിഞ്ഞ് അടുത്ത ബൗണ്ടി ഹണ്ടിൽ ജിട്ടൂന്ന് പേരുള്ള ഒരുത്തിന് ഇവര് പിടിക്കാൻ പോയപ്പോ അറിയാതെ ഇവരുടെ കൈകൊണ്ട് അവൻ ചാവും. അത് റഷ്യന്ന് ട്രെയിൻ പിടിച്ചു വന്ന മറ്റാ കുരിപ്പ് കാണും. വിശന്നിട്ട് വയ്യ വല്ലതും തിന്നാൻ തരുമെന്ന് ചോദിച്ചാൽ അവനെ പിടിച്ചോണ്ട് ഇവർ അപ്പൊ തന്നെ KFC കൊണ്ടുപോയി പകുതി ബർഗറും പിച്ചിപ്പറിച്ച് തിന്നുമ്പോഴാണ് ചത്ത ജിട്ടുവിന്റെ ചേട്ടൻ കമ്പൂട്ട വന്ന് അവരെ കൊല്ലാൻ നോക്കുക. ഇത് ആരുടെ അതിനൊക്കെ പേരെഴുതി, ആരുടെ ഇതൊക്കെ ഡയലോഗ് എഴുതി, ആരുടെ. പക്ഷെ അപ്പൊ തന്നെ അവിടേക്ക് പറന്നെത്തിയ റഷ്യക്കാർ കാട്ടുപന്തീനെ വെടിവെച്ച് കൊണ്ടുപോകണ പോലെ ആ കുഞ്ഞിക്കുരിപ്പിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. ഈ സമയം നേരത്തെ പട്ടാണി വിലങ്ങിട്ട് വെച്ച നമ്മുടെ പ്രാഞ്ചി വിരലൊടിച്ച് അതിൽ നിന്ന് ഊരി അവന്റെ പുറകെ ഓടും. ഈ ഓട്ടത്തിനിടയിലാണ് ഈ പടം നാട്ടപരാധത്തിൽ നിന്നും കാട്ടപരാധത്തിലേക്ക് ട്രാൻസ്ഫോം ആവുക. സോ വർഷം 1070 അവിടെ ബാംബു ബോയ്സിന്റെ യൂണിവേഴ്സ് പിടിച്ചെടുക്കാൻ കുറെ റോമൻ പടയാളികൾ വരും. അവരാദ്യം അവിടുത്തെ കങ്കനാട് കീഴടക്കാൻ വേണ്ടി മൂക്കിൽ കൊമ്പ് വെച്ച സ്പൈ നട്ടീനെ വിട്ട് അന്നാട്ടിൽ ഒരു 100 പേരെ ചതിച്ചു കൊന്നിട്ട് ഇറച്ചിക്കടയിൽ ഇറച്ചി വിട്ടത് പോലെ അതുങ്ങളെല്ലാം കയ്യും വെട്ടി റോമാക്കാർക്ക് കൊടുത്ത് പൈസ വാങ്ങും. മൂപ്പർ ഇതേ ഒരു തൊഴിലാക്കിയിട്ട് അടുത്ത് 100 പേരെ പിന്നെയും കൊല്ലാൻ കൊണ്ടുപോയപ്പോഴാണ് നമ്മുടെ കങ്കണ്ണനും ബാംബു ബോയ്സും വന്ന് നാക്ക് വെച്ച് ഡാൻസ് കളിച്ച അവന്മാരൊക്കെ നിലവിളിച്ച് കൊല്ലുക. അതും കഴിഞ്ഞാൽ നാണം കെട്ട നട്ടിയെ നാട്ടിൽ കൊണ്ടുവന്ന് നടുറോട്ടിലിട്ട് ചുട്ടു കൊന്നപ്പോ ആളുടെ ഭാര്യയും ആ തീക്കൊണ്ടത്തിലേക്ക് എടുത്തൊരു ചാട്ടം. സംഭവം അവർ ചാടിയിട്ടൊന്നും ഉണ്ടാവില്ല, നേരെ പോയിട്ട് അപ്പുറത്ത് കൂടെ ഓടിയിട്ടുണ്ടാവും. എന്റെ ആ നട്ടിയുടെ മകനാണ് പൂർവൻ, മറ്റേ പുനർജന്മത്തിലെ ഋഷ്യം പയ്യൻ. അങ്ങനെ അവന്റെ അച്ഛനും അമ്മയും മരിച്ചതോടെ പാസം നിറഞ്ഞ കങ്കു ആ ചെറുക്കൻ അങ്ങോട്ട് ദത്തെടുക്കും. പിന്നെ അങ്ങോട്ട് ഇവനെ രക്ഷിക്കലാണ് ഈ പടം. അതായത് ദത്തുപുത്രൻ പാസം. അണ്ണോ ശിവണ്ണോ അറിയാണ്ട് ചോദിക്കുകയാണ്, ഈ പാസം വിട്ട് നിങ്ങൾക്ക് വേറൊരു പരിപാടി അറിയില്ല? നിങ്ങൾ ഒരു പാസമലർ തന്നെ. ആ വീരത്തിലെ ലവർ പാസം, വേതാളത്തിലെ അനിയത്തി പാസം,
പാസം, വിശ്വാസത്തിലെ മകള് പാസം, അണ്ണാത്തല് പിന്നെ അനിയത്തി പാസം, ഇപ്പൊ ഈ കങ്കുവയില് പിന്നെ ദത്തുപുത്രൻ പാസം. ഈ പാസം കാണിച്ച് അവരെ രക്ഷിക്കൽ തന്നെയല്ലേ നിങ്ങൾ ദോശ ചുടണ പോലെ തിരിച്ചും മറിച്ചും പല പടങ്ങളായിട്ട് ചുട്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാ പടത്തിലും പാസം കാണിച്ച് എല്ലാവരെയും രക്ഷിക്കും. ഇതിപ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ ആരും രക്ഷിക്കണം. കങ്കനാട്ടിലെ ഈ പാസം കഴിയുമ്പോഴാണ് തൊട്ടപ്പുറത്തെ കാക്കനാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഡിയോളിന്റെ ഇൻട്രോ കാണിക്കുക. ആളുടെ അവിടെ ജുറാസി പാർക്കിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു ഡൈനോസറിന്റെ അസ്ഥി കൂടെ ഉണ്ട്. അതിൽ കൂടെ ബ്ലഡ് ഡാൻസ് കളിച്ച് റെഡ് കാർപ്പറ്റിലാണ് മൂപ്പര് ഡെയിലി വരിക. ഒരു തരം ജുറാസിക് ജീവിതം. അങ്ങനെ കങ്കനാട് പിടിച്ചിറക്കാൻ കപ്പൽ കയറി വന്ന റോമാക്കാര് നട്ടീനെ കൊണ്ട് നടക്കൂല എന്ന് കണ്ടപ്പോ കാക്കനാടുകാരുടെ സഹായം ചോദിച്ചു വരും. കാക്കനാട്ടിലെ കുലദൈവം ബോബണ്ണൻ കങ്കുവേനെ കൊല്ലാൻ മൂപ്പരുടെ മക്കളെ അങ്ങോട്ട് അയക്കും. ഇനി നടക്ക പോകുന്നത് യുദ്ധം. അങ്ങനെ യുദ്ധം തുടങ്ങാറായി എന്ന് കണ്ടപ്പോ കങ്കണ്ടൻ 4 വരി ഇട്ട ബുക്കിൽ 101 വട്ടം എഴുതി കാണാപ്പാടം പഠിച്ച നാടക ഡയലോഗ് മുഴുവൻ അടിച്ച് ആ നാട്ടുകാരെ മുഴുവൻ കയ്യിലെടുക്കും. അപ്പോഴാണ് ഫയർ സോങ് ഇട്ട്. അതിലാണെങ്കിലോ നമ്മുടെ നടിപ്പിൻ നായകരെ കൊണ്ട് പേയ് പിടിച്ച തെരുവ് നായനെ പോലെ നാക്കുകൊണ്ടൊക്കെ സ്റ്റെപ്പ് പിടിപ്പിക്കും. കോഴി കരിങ്കുറാന്ന് കുരുതി വെക്കും മച്ചാനെ, വെളുത്ത പൂവ് മാല കെട്ടി ഒരുക്കി വെക്കും കൂടി. അണ്ണാ വന്നാലും ദീനം വന്നാലും ശരണം മുളയപ്പ. ഡേ ശിവ എന്നടാ പണി വെച്ചിരിക്കേ. ആ ഫയർ സോങ് കഴിഞ്ഞതും കങ്കണ്ണനും കൂട്ടരും കൊടൈക്കനാലിലെ പൈൻ ഫോറസ്റ്റിൽ ജോഗിങ്ങിന് പോയപ്പോ മരത്തമ്മ അട്ടേനെ പോലെ അള്ളിയിരുന്ന നമ്മുടെ കാക്കനാട്ടുകാര് കവുങ്ങും ചാടർ പോലെ ചാടി വന്ന് അവന്മാരെ കൊല്ലാൻ നോക്കും. പക്ഷെ ഇത് നേരത്തെ മണത്തറിഞ്ഞ നമ്മുടെ കങ്കണ്ണൻ നിലവിളിച്ചോണ്ട് കാക്കനാട്ടിലെ ബോബണ്ണന്റെ 2 മക്കളെ അടിച്ചങ്ങോട്ട് കൊല്ലും. ഈ അടിയുടെ ഇടയിൽ വാളും കൊണ്ട് വന്ന പൊറുവിനാണെങ്കിലോ കങ്കണ്ണന്റെ പുറം പൊളിക്കും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അങ്ങനെ മുതുകി കുത്തി ഓടി കാട്ടിക്കേറിയ പൊറുവിനെ പാസം കയറി ശ്രമിച്ച കങ്കണ്ണൻ നാട്ടിൽ പിടിച്ചു വലിച്ച് നാട്ടിൽ കൊണ്ടുവരും. പക്ഷെ അവിടെയുള്ള നാട്ടുകാർ മുഴുവൻ അതിനെ നാട് കടത്തണമെന്ന് പറഞ്ഞപ്പോ കങ്കണ്ണൻ അതിനെ കൊണ്ട് നേരെ കുട്ടനാട്ടിലേക്ക് പോകും. ഈ പണിഷ്മെന്റ് എന്നും പറഞ്ഞ ഇവന്മാര് വിടുന്ന സ്ഥലമാണ് ഈ കുട്ടനാട്. പക്ഷെ അതാണ് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സ്ഥലം. എക്സോർട്ടിക് ബീച്ച്, അൺലിമിറ്റഡ് ഫുഡ്, കുളിക്കാൻ 24/7 ഉള്ള വാട്ടർഫോൾ, കൂടാതെ ജംഗിൾ റൈഡും എക്സ്ക്യൂസിറ്റ് സ്വിമ്മിംഗ് പൂളും. അങ്ങനെ ഒരു 7 സ്റ്റാർ റിസോർട്ടിൽ പോലും കിട്ടാത്ത ഒരു രാജകീയ ഫെസിലിറ്റി. ഇതൊന്നും പോരാണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ ബീച്ചിൽ കങ്കണ്ണന്റെ നേരം പോകാൻ വേണ്ടിയിട്ട് ഡിഗ്രി ഇട്ട ചില ചിക്സും വന്ന് പോകാറുണ്ടെന്നൊക്കെയാണ് കേട്ടത്. വെറുതെ അല്ല മൂപ്പര് നാട് വിട്ടു പോയത്. അങ്ങനെ ഒരിക്കലും അണ്ണൻ ആ ബീച്ചിൽ കിടന്നപ്പോൾ ടൈമിൽ ഈ പുറവിന് ഒരു കിളിക്കൂട് കാണുമ്പോൾ അവന്റെ അച്ഛനമ്മേനെ ഓർമ്മ വന്നിട്ട് ഒരു സെന്റി അങ്ങോട്ട് ഇടും. ഒരു ഗോൾ ബ്ലാഡർ ടച്ചിങ് സീൻ. പിന്നെ ഒരിക്കൽ കുട്ടനാട്ടിലുള്ള ഈ ഒരു കുരിപ്പ് കുളിക്കാൻ പോയപ്പോ അവന്റെ ആസനത്തിൽ കടിക്കാൻ ഒരു ചീങ്കണ്ണി വരും. അങ്ങനെ കങ്കണ്ണനും ചീങ്കണ്ണനും കൂടി മരണടി. അടിയുടെ അവസാനം ചീങ്കണ്ണനെ കങ്കണ്ണൻ കുത്തിക്കൊന്ന് ഗ്രില്ലാക്കും. ആ സീനൊക്കെ കാണിക്കുമ്പോൾ CGI എന്നൊരു സാധനം കൂടെ എഴുതി കാണിക്കും. ഈ CGI എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജറി ആണ്, അല്ലാണ്ട് ചീങ്കണ്ണി ഉണ്ട് സൂക്ഷിക്കുക എന്നല്ല എന്നൊക്കെ 4ാം ക്ലാസ്സിലുള്ളവർക്കൊക്കെ അറിയാം. വെണ്ടക്ക അക്ഷരത്തിൽ CGI എഴുതി കാണിച്ചാൽ പിന്നെ എങ്ങനെടാ അത് വിശ്വസിക്കുക? ആ സീനൊക്കെ എന്ത് ഇമ്പാക്റ്റഡാ ആ സീൻ കാണുമ്പോ കിട്ടുക. അങ്ങനെ കുട്ടനാട്ടിൽ രാജകീയ ജീവിതം നടക്കുന്ന ഇതേ സമയം കാക്കനാട്ടിൽ വൻ പ്രശ്നം. സംഭവം നമ്മുടെ ബോബണ്ണൻ മക്കൾക്ക് ബലിയിട്ടപ്പോ ഒരൊറ്റ കാക്ക പോലും അത് തിന്നാൻ വന്നില്ല അത്രേ. അപ്പം മൂപ്പര് അവിടെയുള്ള കാക്കകൾക്കൊക്കെ ഒരു ബമ്പർ ഓഫർ അങ്ങോട്ട് കൊടുക്കും. ഇപ്പൊ ഇത് തിന്ന ഇതേപോലെ അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് കങ്കുവിന്റെ കക്കാമരൽ വരെ തിന്നാൻ കൊടുക്കാത്രേ. കാക്കയ്ക്ക് എന്ത് കങ്കുവ. സോ അങ്ങനെ കാക്കയുടെ തലയത്തോട്ട് പ്രതിജ്ഞ ചെയ്ത് കലി കയറിയ കാക്കനാട്ടിലെ പ്രസിഡന്റ് ബോബണ്ണൻ കങ്കുവിനെ കൊല്ലാൻ തന്റെ അടുത്ത മോനെ വിടും. ലെവനാണെങ്കിലോ നേരെ മണാലി വിട്ട് അവിടെ മഞ്ഞ് വരാൻ പോയ കുറെ പെമ്പിള്ളേരെ പിടിച്ചു വെക്കും. ഈ വിവേകത്തിൽ മോഴ്സ് വെച്ച് കാജൽ തലയ്ക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കണ പോലെ വാട്സപ്പ് ഇല്ലാത്ത നാടായതുകൊണ്ട് വിസിലടിച്ച് ഈ വിവരം ഇതുങ്ങൾ കങ്കുവയ്ക്ക് പാസ് ചെയ്യും. ഇത് കേട്ട 5 മൈൽ അപ്പുറത്തുള്ള മൂപ്പരാണെങ്കിലോ ബീച്ചിൽ പൊളയാൻ പട്ടാണി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ വരാൻ മനസ്സില്ല എന്ന് പറഞ്ഞു ഒരു ഊക്ക് മെസ്സേജ് തിരിച്ചങ്ങട് അയക്കും. അങ്ങനെ കങ്കണ്ണൻ ഊക്കി വിട്ടു എന്ന് മനസ്സിലായ പെണ്ണുങ്ങൾ ഒരു നിവൃത്തിയില്ലാന്ന് കണ്ടപ്പോ സ്വയം അവന്മാരൊക്കെ കുത്തിക്കൊന്ന് മാസ് കാണിക്കും. സ്ത്രീ ശാക്തീകരണമാണ് ഇത്രേ. അങ്ങനെ തന്റെ അവസാനത്തെ മോനും മരിച്ചതോടെ കങ്കണ്ണന്റെ അച്ഛനെയും കൊന്ന് താനോസിനെ പോലെ ഫൈൻ ഐ വിൽ ഡു ഇറ്റ് മൈസെൽഫ് എന്നൊക്കെ പറഞ്ഞ് ബോബണ്ണൻ നേരെ യുദ്ധത്തിനിറങ്ങും. എന്നാ പിന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇത് ചെയ്താൽ പോരായിരുന്നു. അതങ്ങനെ ആഴ്ചക്ക് മക്കളുടെ ശവസംസ്കാരം കൂടാൻ മാത്രം യോഗമുള്ള ഒരു മരപ്പാഴ്. അങ്ങനെ കലി കയറി കങ്കനാട്ടിന് നേരെ യുദ്ധത്തിന് വന്ന ബോബണ്ണനെ കങ്കു വഴി തിരിച്ച് മൂപ്പരുള്ള കുട്ടനാട്ടിലേക്ക് കൊണ്ടുവരും. അവിടെ പിന്നെ ജംഗിൾ ബുക്കിന്റെ -4K വെർഷനാണ്. ഈ കൊല്ലാൻ വന്നവന്മാരെ മുഴുവൻ മൂപ്പര് തീ വിട്ട് തേളിന് വിട്ട് ഉരുള് പൊട്ടിച്ചൊക്കെ കൊല്ലും. ഹേ കങ്കുവ, ഇത് എന്തുവാ? തലവ
തലവനി എന്നുള്ള പാട്ടും കേട്ട് തലവേദന വന്നത് മാത്രം മിച്ചം. ഹേ സിറി, ഡിഫൈൻ കാട്ടവരാതം. ആൻഡ് അവരാതം വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻ ദ ഫോറസ്റ്റ് ഈസ് നോൺ ആസ് ഫോറസ്റ്റ് അവരാതം ഓർ കാട്ടവരാതം. ഈ കാട്ടവരാതത്തിനിടയിൽ കടന്ന് മൂപ്പര് കാണിക്കണ ഓരോ കുണച്ച പോസ് കണ്ട് ഇഷ്ടപ്പെട്ട നമ്മുടെ പൊറുവൻ അപ്പൊ തന്നെ ദേഷ്യം മാറി കങ്കോ ഫാൻസ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്ത് ഈ കൊല്ലാൻ വരണവന്മാരെ ഊക്കി വിട്ടത് കണ്ടപ്പോ അവന്മാർ ഇതിനെ തട്ടിക്കൊണ്ടുപോയി കപ്പലിൽ കയറ്റും. ഇതേ സമയം ഇപ്പുറത്ത് 2024 പുനർജന്മം എടുത്ത് നമ്മുടെ കങ്കൻ ആ കുരിപ്പിന്റെ പുറകെ കടന്ന് ഓടുക. എപ്പോ ഓടാൻ തുടങ്ങിയാണെന്ന് അറിയോ? പടം തുടങ്ങിയപ്പോ ഇങ്ങനെ 160 കിലോമീറ്ററിൽ ഓടുന്ന വണ്ടിനെ ഓടി തോപ്പിക്കാൻ നോക്കിയ മൂപ്പരെ അവന്മാര് വെടിവെച്ചിടും. പക്ഷെ അതൊന്നും മൂപ്പര് മൈൻഡ് ആക്കൂല. മൂപ്പര് പിന്നെ അവന്മാരുടെ പുറകെ പാഞ്ഞ് ബൈക്ക് എടുത്ത് ചാടിച്ച് ഫ്ലൈറ്റ് കയറ്റി ആ വെടികൊണ്ട് വയറും ഒടിഞ്ഞ വിരലും വെച്ച് തൂങ്ങിക്കിടക്കും. ഇതേ സമയം ഇപ്പുറത്ത് കങ്കനാട്ടിലാണെങ്കിലോ സ്രാവിന് തിന്നാൻ കെട്ടിട്ട് കൊടുത്ത് നമ്മുടെ പൊറുവിനെ രക്ഷിക്കാൻ കങ്കണ്ണനും ബോബണ്ണനും കൂടി മരണടി. അവിടെ അടി ഇവിടെ അടി. അപ്പുറത്ത് പാല് വെച്ചാൽ ഇപ്പുറത്ത് കല്യാണം എന്ന് പറഞ്ഞ പോലെ. അവസാനം കപ്പലിലുള്ള പൊറുവിനാണെങ്കിലോ ഈ കങ്കണ്ണനെ നിലവിളി കെട്ടി ചെവി പൊട്ടി സഹിക്കാൻ വയ്യാണ്ട് സ്വയം കടലിൽ ചാടി സ്രാവിന് തീറ്റയാവും. അങ്ങനെ ആ കുരിപ്പിന്റെ വെറുപ്പിക്കൽ എങ്ങനെയോ തീർന്നപ്പോ കങ്കൻ ഫാൻസ് അസോസിയേഷനിലെ മെമ്പർ ഒരാൾ മരിച്ച വിഷമത്തിൽ നമ്മുടെ കങ്കണ്ണൻ ബോബണ്ണൻ അങ്ങോട്ട് കുത്തിക്കൊല്ലും. അങ്ങനെ കങ്കണ്ണന് പണ്ട് ആ കുണ്ടാമണ്ടിനെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും പുനർജന്മം എടുത്ത് നമ്മുടെ പ്രാഞ്ചൻ ഇവിടെ കിടന്ന് എന്തൊക്കെയോ പരാക്രമം കാണിച്ച് ആ പരട്ട പയ്യനെ രക്ഷിക്കും. പിന്നെ സ്ഥിരം എല്ലാവരുടെ ശവസംസ്കാരം കൂടുന്ന നമ്മുടെ ബോബണ്ണന്റെ ശവം കാക്കനാട്ടിലെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കുമ്പോഴാണ് വൈൽഡ് കാർഡ് എൻട്രിയിൽ ടൈഗർ ബിസ്ക്കറ്റിന്റെ കവർ മുഖത്തൊട്ടിച്ച് നമ്മുടെ കാർത്തി വരിക. വലിയ മാസാണെന്ന് വിചാരിച്ച് പിച്ചക്കാരന്റെ ലുക്കിൽ വന്ന മൂപ്പര് അവിടെ കിടന്ന് കങ്കണ്ണനെ കൊല്ലാൻ ശപഥമെടുക്കുന്ന അതേ ടൈമിലാണ് ഇവിടെ ആ ചെറുക്കനെ പണ്ട് ഓടിച്ചതും ആ റഷ്യൻ റിസർച്ച് സെന്ററിന്റെ മെയിൻ ഹെഡ് അതേപോലെ പുനർജന്മം എടുത്ത കാർത്തിയാണെന്ന് കാണിക്കുക. മറ്റേത് നെറ്റിയിൽ ടൈഗർ ബിസ്ക്കറ്റിന്റെ കവറാണെങ്കിൽ ഇത് ഓറിയോ ബിസ്ക്കറ്റിന്റെ കവറാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ഇതുങ്ങൾ തമ്മിലാണ് യുദ്ധം എന്ന് പറഞ്ഞിട്ടാണ് ഈ പടം നിർത്തുക. അതായത് ഇന്റർവൽ ബ്ലോക്കിൽ പറയേണ്ട സാധനത്തിന് സെക്കൻഡ് പാർട്ടിൽ പറയാന്ന് പറഞ്ഞിട്ട് നിർത്തുക വിത്ത് സം ഔട്ട് ഓഫ് ദി എർത്ത് എഡിറ്റിംഗ്. അതായത് സെക്കൻഡ് പാർട്ടിൽ വരാൻ പോണ മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ സെപ്റ്റി ടാങ്കിൽ വീണ പോലെ ഒരു പോസ്റ്റർ. ആരാ ഇതൊക്കെ എഡിറ്റ് ചെയ്ത്? ഇത് ഈ കൊണച്ച പടം അലർച്ച കാരണം കേട്ടോണ്ടിരിക്കാൻ കൂടി പറ്റില്ല എന്ന് മാത്രല്ല അതിലും വലിയ കൊണച്ച 3D കാരണം കണ്ടോണ്ട് പോലും ഇരിക്കാൻ പറ്റില്ല. 3D എന്നും പറഞ്ഞ് മുഖത്ത് ജംസ് വാരിയിടുക, പാമ്പിന് വിട്ട് കടിപ്പിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പരിപാടി. പണ്ട് ഹിറ്റ്ലർ പോലെ ആൾക്കാരെ വെളുപ്പംകാലത്ത് പിടിച്ചെടുത്ത് ഇജാതി ടോർച്ചർ ചെയ്തിട്ടുണ്ടാവില്ല. എന്റെ ഇറങ്ങണതിന് മുമ്പേ എല്ലാവരും പൊട്ടെന്ന് വിചാരിച്ചൊരു പടമാണ്. അതുകൊണ്ട് പൊത്തിയിട്ടിരുന്നാൽ മതിയായിരുന്നു. അത് വിട്ടിട്ട് എല്ലാം കൂടി കൊടുത്തൊരു ഹൈപ്പ് ഉണ്ട്. അതാണ് പ്രശ്നം. டிசம்பர் மாதம் எந்த டேட்னு அனௌன்ஸ் பண்றோம். இதே பாஸோட இங்க சக்சஸ் மீட் நடக்கும். பேன் இந்தியா ரெக்கார்டோட இங்க சக்சஸ் மீட் எல்லா வேர்ல்டு வைடு இருக்கிற எல்லா டிஸ்ட்ரிபியூட்டர்ஸையும் கூப்பிட்டு இங்க நடக்கும். 500 பண்ணுதோ 700 பண்ணுதோ 1000 பண்ணுதோமா ஜிஎஸ்டி சலான் வந்து நான் ட்வீட் பண்ணி விட சொல்லிடுறேன். எல்லாருடைய கேள்வி என்னவா இருந்துச்சுன்னா இன்னொரு 4 படம் பண்ணிருக்கலாமே சூர்யா சார். அந்த 4 படத்தோட மொத்த கிராஸும் இந்த ஒரு படம் பண்ணுங்கிறது என்னுடைய நம்பிக்கை. 1000 crore எதிர்பார்க்கலாம். நான் 2000 crore எதிர்பார்த்துட்டு இருக்கேன். நீங்க என்ன 1000 crore அக்செப்ட் பண்றீங்க? എന്തായാലും ഈ പടത്തോട് കൂടി ഇനി ഇങ്ങനെ ഇറങ്ങണ എല്ലാ പടത്തിലും ഇതുപോലെ ഒരു എക്സ്ട്രാ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് കൂടി കൊടുത്താൽ നന്നായിരിക്കും. ഓവർ ഹൈപ്പ് ഈസ് ഇൻജുറീസ് ടു ഹെൽത്ത്, ഓവർ ഹൈപ്പ് കിൽസ്. മലയാളത്തിൽ അമിത പ്രതീക്ഷ ആപത്ത് പൊത്തിയിട്ടിരി മൈരോളെ. ഈ പടത്തിൽ സൂര്യ കടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ ഓക്കെ. ബട്ട് ഹാർഡ് വർക്ക് ഡസന്റ് മാറ്റർ അൺടിൽ ദ ഔട്ട്പുട്ട് ഈസ് ഗുഡ്. അതുകൊണ്ട് ഏത് ജ്യോതിക വന്ന് നിലവിളിച്ച് കരഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. പടം നല്ല അല്ലെങ്കിൽ പൊട്ടും. സോ അണ്ണന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹൈപ്പോടെ പുറത്തിറങ്ങിയ കങ്കുവ അങ്ങനെ സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ കാട്ടവരാതവും ശിവണ്ണന്റെ കരിയറിലെ മറ്റൊരു മലങ്കൾട്ടുമായി മാറി. ഇതൊക്കെ എന്ത് മൂപ്പർക്ക് പിന്നെ അതൊരു പുത്രി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. பார்ட் 2க்கு எனக்கு தெரிஞ்சு யாரும் வர மாட்டாங்க. அவ்வளவு நம்பிக்கையா இருக்கீங்க கங்கா? இல்ல 100% நம்பிக்கை. பார்ட் 1க்கு தெரியாம யாராவது வர கூட வாய்ப்பு இருக்கு. அப்ப புரியல, இப்ப புரியுது, இப்ப புரியுது. കുറെ നേരം അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താ പറയാ, പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനില്ല. നമ്മൾ ഓൾറെഡി കണ്ടാണ്. ഓക്കെ ഇനി എന്താ പറയാ, ഇങ്ങനത്തെ സിനിമകൾ ഇനി മേലിൽ ചെയ്യാതെ നിൽക്കട്ടെ. അത്ര മാത്രമേ പറയാനുള്ളൂ. കുറച്ചെങ്കിലും ഒരു സെൻസിബിലിറ്റി ആക്ടേഴ്സിനും ഡയറക്ടേഴ്സിനും എല്ലാവർക്കും. അവര് അല്ലെങ്കിൽ അവര് തമിഴ്നാട്ടിൽ മതിഞ്ഞ് അവിടുത്തെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന വിചാരിച്ചിട്ടാണെങ്കിൽ അവിടെ മാത്രം റിലീസ് ചെയ്ത സിനിമ ഈ പാൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഇറക്കുമ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും സെൻസിബിൾ ആയിട്ട് വരുന്ന സിനിമ വേണം. അതിൽ കേരളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഏറ്റവും എന്താ പറയാ ഇന്റലിജന്റ് ആയ അല്ലെങ്കിൽ ഭയങ്കര ലിറ്ററസി ഉള്ള, നമുക്കറിയാം നമ്മളെ പറ്റിയിട്ട്. സോ അവിടെയൊക്കെ ഇങ്ങനത്തെ സിനിമ ഇറക്കുമ്പോൾ കുറച്ച് ലോജിക്കായിട്ട് എന്താ പറയാ കാര്യങ്ങൾ ചിന്തിച്ചൊക്കെ എല്ലാവരും സിനിമ എടുത്ത് അത്രയും നന്നേ. നമ്മുടെ മലയാളത്തില് ഇങ്ങനത്തെ സിനിമകൾ വളരെ കുറവായിരിക്കും എന്തായാലും. അറ്റ്ലീസ്റ്റ് അത് റീസൺ നമ്മുടെ ഓഡിയൻസ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഓഡിയൻസ് കൊണ്ടാണ് മലയാളത്തിൽ നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു റീസൺ നമ്മുടെ ഓഡിയൻസ് ആണ്. കാരണം നമുക്കത് പുച്ഛിച്ച് ചവച്ച് തുപ്പുന്നു അല്ലെങ്കിൽ പുച്ഛിച്ച് കളയുന്നത് അറിയുന്നത് കൊണ്ടാണ് നമ്മളെ മേക്കേഴ്സ് നല്ല ഇവിടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻഡസ്ട്രി ആയിട്ട് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ഇപ്പൊ നിൽക്കാനുള്ള കാരണമൊക്കെ അത് തന്നെയാണ്. സോ ഭയങ്കര സങ്കടം ഉണ്ട് എന്തായാലും സൂര്യക്ക്. കാരണം സൂര്യക്ക് നാട്ടിൽ വന്നപ്പോൾ എന്തായിരുന്നു സൂര്യ ആകെ ഓവർവെൽംഡ് ആയിട്ട് സന്തോഷം കൊണ്ട് ആ സ്നേഹം കണ്ടിട്ടേ അതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്ന് സൂര്യനെ ചിന്തിക്കുന്നുണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇങ്ങനത്തെ അബദ്ധങ്ങൾ അപരാധങ്ങൾ സംഭവിക്കാതെ നിൽക്കട്ടെ. ഓക്കെ, അടുത്ത വീഡിയോ വേണ്ടി കാണാം. ബൈ.